നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം. കോഴിക്കോട് കളക്ട്രേറ്റിലെ നിപ കൺട്രോൾ റൂമിന് മുന്നിൽ കുത്തിയിരുന്ന് PM മുഹമ്മദ് റിയാസ് MLA പ്രതിഷേധിച്ചു. അതിനിടെ ആരോഗ്യമന്ത്രി K മുരളീധരൻ നാളെ കോഴിക്കോടെത്തും. വിദഗ്ധ പഠനത്തിനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കണമെന്ന് മുൻ മന്ത്രി കൂടിയായ PA മുഹമ്മദ് റിയാസ് MLA. അതിന്റെ ആവശ്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചതോടെ നിപ കൺട്രോൾ റൂമിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധം ആരംഭിച്ചു. കളക്ടറുമായും ആരോഗ്യമന്ത്രിയുമായും നേരിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. തുടർന്ന് റിയാസ് കൺട്രോൾ റൂമിനുള്ളിൽ കയറി. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല. തുടർന്ന് റിയാസ് മടങ്ങുകയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇവിടെ എല്ലാ തവണയും കൺട്രോൾ റൂമിലിരുന്ന് ജനപ്രതിനിധികളൊക്കെ തന്നെ ആരോഗ്യവകുപ്പിനോടൊപ്പം കർശന നിർദ്ദേശങ്ങൾ പാലിച്ചു പോകണമെന്ന് പറയാനാണല്ലോ ജനപ്രതിനിധികൾ തയ്യാറാവുന്നത്. അതിനാണല്ലോ വരുന്നത്. അത് ഒരു 2 ഫോൺ വിളിക്കുന്നത് കേട്ടുകൊണ്ട് MLAക്ക് അതിൽ അഭിപ്രായം പറയരുത് എന്ന് നിലപാട് മോളിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? നിപ്പ സ്ഥിരീകരിച്ച ഇടം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കണമെന്നും ആരോഗ്യമന്ത്രി കോഴിക്കോട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കണമെന്നും PA മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് പിന്നാലെ മന്ത്രി AP അനിൽകുമാർ കളക്ടറേറ്റിലെത്തി. ഒരു നിപ്പ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോട്ടോക്കോളും അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയും വരുന്നുണ്ട്. നാളെ അദ്ദേഹം എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം നിപ്പ സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫറോക്ക് സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ പരിശോധനയ്ക്ക് അയച്ച 3 സാമ്പിളുകളുടെ ഫലം നെഗറ്റീവാണ്. നിലവിൽ 87 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. നിപ്പ വിദഗ്ധ പഠനത്തിനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട്ടേക്കെത്തും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.